രണ്ടാം പ്രതി. ഇപ്പോൾ രണ്ടാം പ്രതിയുടെ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുകയാണ്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ശിക്ഷയിൽ ഇളവ് വേണം എന്ന് പൾസർ സുനി ആവശ്യപ്പെടുന്നു. മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു എന്ന വിവരം വരികയാണ്. മാതാപിതാക്കൾ അസുഖബാധിതരാണ്. മാർട്ടിൻ എന്ന പ്രതി തൃശ്ശൂരിൽ വെച്ച് ഈ നടിയെ അവിടെ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം വളരെ പതുക്കെയായിരുന്നു വാഹനം ഓടിച്ചത്. ആ ചലച്ചിത്ര താരം എന്തിനാണ് നിങ്ങൾ ഇത്ര പതുക്കെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പതുക്കെ പോകാനല്ലേ മാഡം പറഞ്ഞത് എന്ന് മറുപടി കിട്ടുന്നു. പരമാവധി പതുക്കെ വണ്ടി ഓടിക്കുന്നു. കറുകുറ്റി കഴിഞ്ഞ് നെടുമ്പാശ്ശേരി ഭാഗത്തെത്തുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നു, ഒരു വ്യാജമായ ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ മറ്റുള്ള ആളുകളിൽ കയറുന്നു. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ കൂട്ടുപ്രതിയായിട്ടുള്ള ആളാണ്. എന്നിട്ട് ഒരു ഉളുപ്പും കാണിക്കാതെ നടൻ ലാലിന്റെ വീട്ടിലേക്ക് അവിടെ ചെന്ന് ഈ ചലച്ചിത്ര താരത്തെ ഇറക്കിവിട്ട് വീണ്ടും അവിടെ നിന്ന ആളാണ് മാർട്ടിൻ. മാർട്ടിന്റെ ശിക്ഷാവിധിയിന്മേലുള്ള വാദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരു പെറ്റി കേസ് പോലും ഇതുവരെ തനിക്കെതിരെ ഇല്ല. വേറെ വീട്ടിൽ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളതാണ് മാർട്ടിന്റെ ആവശ്യം. ഈ കൊടും കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന ആളാണ് മാർട്ടിൻ. നടിയെ തൃശ്ശൂരിൽ നിന്ന് വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്ന് ഈ അക്രമികൾക്ക് ആക്രമിക്കാൻ പാകത്തിന് എത്തിച്ചു കൊടുത്ത ആളാണ് മാർട്ടിൻ. ആ മാർട്ടിൻ പിന്നീട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി പിറകെ വന്ന ട്രാവലറിൽ കയറി, അതായത് ഈ കുറ്റകൃത്യം നടത്തിയ ആളുകൾ വന്ന ട്രാവലറിൽ പിന്നീട് കയറി. തുടർന്ന് വേറൊരാൾ വാഹനത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ വന്നു, പൾസർ സുനി വാഹനത്തിൽ കയറി. ഇതൊക്കെ ഈ കേസിന്റെ ചരിത്രമാണ്. ഇപ്പോൾ മാർട്ടിൻ കോടതിയോട് അപേക്ഷിക്കുന്നത് എന്റെ വീട്ടിൽ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, അവർ അസുഖബാധിതരാണ്, പരമാവധി ശിക്ഷ കുറച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പൊട്ടിക്കരയുകയാണ് രണ്ടാം പ്രതി മാർട്ടിൻ. മാർട്ടിനായിരുന്നു ഡ്രൈവർ. ഒന്നാം പ്രതി പൾസർ സുനി പറയുന്നത് എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ശിക്ഷ കുറച്ചു തരണമെന്നാണ്. മാർട്ടിൻ പറയുന്നത് എന്റെ വീട്ടിൽ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, ശിക്ഷ കുറച്ചു തരണം, കുടുംബം പോറ്റുന്നത് ജോലി ചെയ്താണ്, അവർക്ക് വേറെ വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിൻ കോടതി മുൻപാകെ പൊട്ടിക്കരയുന്നു. ഈ കുറ്റകൃത്യം ചെയ്തപ്പോൾ പിടിക്കപ്പെടില്ല എന്ന വലിയ ആത്മവിശ്വാസം മാർട്ടിൻ എന്ന സിനിമാ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഡ്രൈവർക്കുണ്ടായിരുന്നു. ലാൽ മീഡിയയുടെ ഡ്രൈവറായിരുന്നു. അവിടെ നിന്ന് നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ഈ മാർട്ടിൻ തൃശ്ശൂർ പോവുകയും ചലച്ചിത്ര നടിയെ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുവരികയും ചെയ്തത്. ആ വാഹനം അങ്കമാലി പിന്നിട്ട് നെടുമ്പാശ്ശേരി ഭാഗത്ത് എത്തിയപ്പോഴാണ് ആക്സിഡന്റ്, മനഃപൂർവ്വമായ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ആ ആക്സിഡന്റിന് ശേഷവും കുറെ നേരം വണ്ടി ഓടിച്ചത് മാർട്ടിനാണ്. പിന്നീട് എറണാകുളം നഗരത്തിൽ എത്തിയതിനു ശേഷം ആ വാഹനത്തിൽ നിന്ന് മാർട്ടിൻ ഇറങ്ങി പുറകിൽ വന്ന ടെമ്പോ ട്രാവലറിൽ കയറുകയായിരുന്നു. ആ മാർട്ടിനാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിനാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ശിക്ഷ ഇളവ് ആവശ്യപ്പെടുന്നത്. ശിക്ഷ കുറവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നു രണ്ടാം പ്രതി മാർട്ടിൻ. കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ശിക്ഷയിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. മാർട്ടിന്റെ ശിക്ഷാവിധിയിന്മേലുള്ള വാദം കഴിഞ്ഞു.